ഹായ് ഹലോ. ഇന്നാണെങ്കിൽ കുഞ്ഞിന് ചെറുതായിട്ട് ഒരു കറി വെക്കുവാണേ. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനോർത്ത് അതൊന്ന് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന്. അത് നമ്മൾ ചെയ്യുന്നത് ചക്കക്കുരു, മാങ്ങ, അതുപോലെ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം കേട്ടോ. എന്നിട്ട് അതവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ കറി ഉണ്ടെങ്കിൽ കുറേ ഫുഡ് കഴിക്കും, ചോറ് കഴിക്കും. അപ്പം ഞാൻ ഓർത്തൊന്ന് അത് ഷെയർ ചെയ്യാമെന്ന്. അതിനുവേണ്ടി ചക്കക്കുരു മാങ്ങയും കൂടെ മാങ്ങ ഇട്ടില്ല, ചക്കക്കുരു എടുത്തിട്ട് പാനിൽ ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, മീൻസ് വേവിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ജീരകം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്. അത് ഇച്ചിരിയേ ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളേ, കുഞ്ഞായതുകൊണ്ട് അവനത് എരിക്കും. അപ്പം പച്ചമുളകും എടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങ ഇങ്ങനെ കടിക്കരുത്, അത് കൊള്ളൂല. ഈ കറി ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിനായതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഒരെണ്ണേ ഇടുന്നുള്ളൂ, അങ്ങനെയുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. ഇത് എനിക്കും എടുക്കാം അവനും എടുക്കാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുവാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഇതിന് ചെറിയൊരു പുളിരസവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ സമയത്ത് ഞാൻ ഒരു 4-5 കഷ്ണം മാങ്ങ, അത് ഫ്രീസറിലിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ പുളി, ഇപ്പോൾ എത്ര പുളിയുള്ള മാങ്ങയാണെങ്കിലും നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ പുളി അങ്ങ് മാറും. അപ്പം ആ പുളി മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയേ കാണുള്ളൂ. പിന്നെ ആ മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല വേവിക്കണം. എന്നും പറഞ്ഞ് ചക്കക്കുരു നമ്മൾ വേവിച്ച് അത് ഉടയ്ക്കരുത്, അതാകുമ്പോൾ ഒരു ഭയങ്കര കുറുകിയിരിക്കും, അത് കൊള്ളൂല. ഈ കറിക്ക് കുറച്ച് ലൂസായിട്ടും ഇരിക്കും, എന്നാൽ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ചക്കക്കുരു നമുക്ക് കഴിക്കുമ്പോൾ അത് ഉടച്ചിട്ട് എടുക്കാനും പറ്റും. നല്ല റെസിപ്പിയാണ് കേട്ടോ, നല്ല ചക്കക്കുരു മാങ്ങ ഇട്ടിട്ട്. എനിക്കൊന്ന് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. എന്ന് മോന് ഞാനത് ഇതാക്കിയപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇതിനെ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഈ റെസിപ്പി വാങ്ങിയതാണ്, എനിക്കറിയില്ലായിരുന്നു. പിന്നെ മാങ്ങയും അതും നന്നായിട്ട് വേവിച്ച് മാറ്റി. അത് കഴിഞ്ഞിട്ട് ആ വേവിച്ചതിനകത്ത് ഒരു നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. പിന്നെ ഞാൻ താളിക്കുവാണ്. അതിനകത്ത് താളിക്കുന്നത് ജസ്റ്റ് ഓയിൽ ഒഴിക്കുക. പിന്നെ നമുക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് വറ്റൽമുളക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. ഞാനതിന് മറ്റേ ചെറിയ ഉള്ളി, പിന്നെ കടുക്, പിന്നെ കറിവേപ്പില. ഇവിടെ പിന്നെ കറിവേപ്പില നമുക്ക് നാട്ടിലെ പോലെ അങ്ങനെ കിട്ടില്ലല്ലോ, നമ്മൾ വാങ്ങുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ട് ഇതുപോലെ ടിന്നിനകത്താക്കി ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ അത് കുറേ നാൾ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, അങ്ങനെ പച്ച കളറിൽ തന്നെ ഇരിക്കും. അതാണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താളിച്ചത് ഞാനങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരച്ചത്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത്, ആ പേസ്റ്റ് അതിലോട്ട് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു താളിച്ച ആ ഒരു ഓയിൽ, ആ സാധനം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. കുഞ്ഞു മക്കളിപ്പം 2 വയസ്സ് 3 വയസ്സൊക്കെയുള്ള മക്കൾ ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഒരു ഫുഡ് കഴിക്കും, ഉറപ്പാണ്. ഞാനത് കുറേ കറികളൊക്കെ പരീക്ഷിച്ചിട്ട് കുഞ്ഞ് കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇത് കൊടുത്തപ്പം അവൻ ഫുഡ് കഴിക്കണമുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും കറി. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ എടുക്കണേ, ഇതൊരു പ്ലെയിൻ ടേസ്റ്റ് ആണല്ലോ വരുന്നത്, മീൻസ് ചെറിയൊരു പുളിപ്പും, അങ്ങനെ മോര് കറി പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കണേ മീനിൻ്റെ കറി എടുക്കും. ഫിഷ് കറി കാണും, അല്ലെ ചിക്കൻ കറി, അതിൻ്റെ കൂട്ടത്തിൽ ഇത് നല്ല ടേസ്റ്റാണ്. അമ്മയൊക്കെ ഡെയിലി ചെയ്യുന്ന കറിയായിരുന്നു. അമ്മയാണെങ്കിൽ മുരിങ്ങയുടെ ഇല, മുരിങ്ങയ്ക്ക, പിന്നെ ഈ പറഞ്ഞ കണക്ക് ചക്കക്കുരു, അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഈ കറി ആക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. എന്തായാലും എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.